ഒരു ഗ്രാമത്തിലെ പെൺകുട്ടി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി. അവൾക്ക് തളർച്ചയും വിറയലും അനുഭവപ്പെട്ടു. ശരീരവേദനയും തലവേദനയും ഉണ്ടെന്ന് അവൾ മുൻപ് പറഞ്ഞിരുന്നു. അവളുടെ അടുത്തു വന്ന ദുഃഖിതയായ അമ്മ അവൾക്ക് ഉയർന്ന താപനില ഉണ്ട് എന്ന് ശ്രദ്ധിച്ചു. ഫസ്റ്റ് എയ്ഡ് ഇൻ കേസ് ഓഫ് ഫീവർ എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് പനിയുടെ പ്രാഥമിക ചികിത്സ, അതിന്റെ ലക്ഷണങ്ങൾ ഡോക്ടറുമായി ചർച്ച ചെയ്യുന്നു. സാധാരണ താപനിലയേക്കാൾ മുകളിലുള്ള ഒരാൾക്ക് 96.8 മുതൽ 100.4 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണെങ്കിൽ പനിയുണ്ട് എന്ന് കണക്കാക്കുന്നു. പനിബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. താപനില വർദ്ധിക്കുന്നത്, വേദനയും കടച്ചിലും, വിറയൽ, തളർച്ച, കഠിനമായ തലവേദന, തൊണ്ടവേദന. കുഞ്ഞിന്റെ അവസ്ഥ കണ്ട അമ്മ ഒരു പുതപ്പ് കൊണ്ട് അവളെ പൊതിഞ്ഞു. പനിയുടെ കാര്യത്തിൽ എന്തു ചെയ്യണം, എന്തു ഒഴിവാക്കണം എന്ന് നമുക്ക് പരിശോധിക്കാം. രോഗിക്ക് ഇളം ചൂടുവെള്ളത്തിൽ സ്പോഞ്ച് ബാത്ത് നൽകുക. രോഗിക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക. രോഗിക്ക് ഒരു പുതപ്പിനുള്ളിലോ കട്ടിയുള്ള വസ്ത്രമോ കൊണ്ട് പുതയ്ക്കരുത്. നിങ്ങളുടെ സ്വന്തമായ മരുന്നുകൾ നൽകരുത്. ഡോക്ടറുമായി ആലോചിച്ച ശേഷം എപ്പോഴും മരുന്നുകൾ കൊടുക്കുക. ശുദ്ധവായു തടയരുത്. വാസ്തവത്തിൽ ഇളം കാറ്റ് പനി കുറയ്ക്കുവാൻ സഹായിക്കുന്നു. രോഗിയെ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കാണുന്നുവെങ്കിൽ ഉടനടി മെഡിക്കൽ സഹായം എത്തിക്കുക. ശ്വാസതടസ്സം, സ്റ്റിഫ് നെക്ക്, തുടർച്ചയായ തൊണ്ടവേദന, റാഷസ്, ക്ഷൗരം, ഛർദിക്കൽ, വേദനാജനകമായ യൂറിനേഷൻ, വയറിളക്കം. ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിക്കുന്നു. ലിങ്കിലുള്ള വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി, എംഎച്ച്ആർഡി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ പറയുന്നതിൽ ലഭ്യമാണ്. ഈ സ്ക്രിപ്റ്റ് സംഭാവന ചെയ്തത് വിജി നായർ, അനിമേഷൻ ചെയ്തത് ആരതി, ഡ്രോയിംഗ് ചെയ്തത് സൗരഭ് ഗാഡ്ഗിൽ. വിടവാങ്ങുന്നു. ഐഐടി ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.